ഹായ് ഓൾ, വെൽക്കം ടു മെൻട്ര ലേണിംഗ്. എല്ലാവർക്കും മെൻട്ര ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദവ് എന്നാണ്, നിങ്ങളുടെ മാറ്റിന്റെ ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാല് നമ്പർ സീരീസ് അല്ലെങ്കിൽ ഈ സംഖ്യാശ്രേണി കേട്ടിട്ടുണ്ടാവും. ഈ ശ്രേണി അല്ലെങ്കിൽ സീരീസ്, സീക്വൻസ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ എന്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ല. അപ്പൊ NMS എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന കൂടുതലായിട്ടും നല്ല കുറച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് എന്ത്, ഈ മാറ്റ് അല്ലെ. അപ്പൊ ആ മാറ്റിൽ തന്നെ കുറച്ചും കൂടി ടഫായിട്ട് തോന്നിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ് എന്താണ് ഈ നമ്പർ സീരീസ്. പല തരത്തിലുള്ള നമ്പർ സീരീസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെ പരിപാടി വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. ഓക്കെ, പാർട്ട് 1 ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടാവും ഒരു ടോപ്പിക്ക് തന്നെ. ഇപ്പൊ ഞാനിപ്പോ 3 ടോപ്പിക് ഇതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 3 ടോപ്പിക്കിൽ തന്നെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് വരും ഓരോ ടോപ്പിക്കിലും. ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക്കിൽ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് ടോപ്പിക്കിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തടാ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു മക്കളെ. അപ്പൊ ശ്രദ്ധിച്ചോട്ടോ. അപ്പോ ആദ്യം ഞാൻ ശ്രേണി അല്ലെങ്കിൽ എന്താണ് ഇത് എന്ന് പറഞ്ഞുതരാം. ശ്രേണി, ഓക്കെ, ശ്രേണി എന്താണ് അല്ലെങ്കിൽ സീരീസ് എന്താണ് എന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ സീരീസ് അല്ലെങ്കിൽ ശ്രേണി? ശ്രേണി എന്ന് വെച്ചാൽ ഇല്ലടാ, നമ്മൾ ഏതൊരു സാധനത്തിനും നിരനിരയായിട്ട് എഴുതാം. ഇപ്പൊ ഇതാ ഞാൻ നമ്പേഴ്സിനെ നിരനിരയായിട്ട് എഴുതി. ഓക്കെ, നമ്പേഴ്സിനെ നിരനിരയായിട്ട് എഴുതി. ഞാൻ നമ്പേഴ്സിനെ നിരനിരയായിട്ട് എഴുതി. എന്ത് കോമയൊക്കെ വെച്ച് സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനാ ഒരു മിനിറ്റ്, 6 കുറച്ച് വൃത്തിയൊക്കെ വേണം. 6 7 കണ്ട, ഇതുപോലെ ശ്രേണിയായത് നിരനിരയായിട്ട് ഏതൊരു സാധനത്തിനെയും നിരനിരയായിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ റോ അല്ല, വരിയായിട്ട് ഇങ്ങനെ എഴുതുന്നത്. ഏതൊരു എലമെന്റ്സിനെയും നമ്പർ സീരീസിലല്ല, സീരീസിൽ ഏതൊരു എലമെന്റ്സിനെയും നമ്മൾ നിരനിരയായിട്ട് വെക്കുന്നത്, ഇങ്ങനെ അടിക്കടിക്ക് വെക്കുമല്ലോ, സീരീസ് ആയിട്ട് നമ്മൾ വെക്കുമല്ലോ, അതിനാണ് നമ്മൾ എന്താ പറയാ, ശ്രേണി. അപ്പൊ ചോദിക്കും, എന്താണ് നമ്പർ സീക്വൻസ് നമ്പർ സീരീസ്? ഓക്കെ, നമ്പർ സീരീസ് എന്താന്ന് ചോദിക്കും. നമ്പർ സീരീസ് അല്ലെങ്കിൽ എന്താ, സംഖ്യാശ്രേണി എന്ന് വെച്ചാൽ എന്താ, സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീരീസ് എന്ന് വെച്ചാൽ എന്താ, നമ്പർ സീരീസ് എന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, നമ്പറുകൾ കൊണ്ട് അല്ലെ. ഇതിന് നമുക്ക് എന്താ, ഇവിടെ 1 ഉണ്ട, 2 ഉണ്ട, 3 ഉണ്ട, 4 ഉണ്ട, നമുക്ക് ഇങ്ങനെയല്ല വെക്കാം. ഇവിടെ അങ്ങനല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ സീരീസിൽ. ഓക്കെ, ഈ സീരീസിൽ നമ്പേഴ്സ് മാത്രമേ പറ്റൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതൊക്കെ എന്താണ്, നമ്പർ സീരീസുകളാണ്. ഓക്കെ, നമ്പർ സീരീസുകളാണ്. ഓക്കെ, മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്പർ സീരീസ് എന്താണെന്നും ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സീരീസുകളിലേക്ക് കടക്കാം. ഫസ്റ്റ് സീരീസ് എന്താണെന്ന് നമുക്ക് നോക്കാലോ. ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ആടാ, അരിത്തമെറ്റിക് സീരീസ്. ഓക്കെ, അരിത്തമെറ്റിക് സീരീസ്. ഇതിൽ കാണുന്ന പല ക്വസ്റ്റ്യൻസും അടുത്ത ടോപ്പിക്കിലും വരുന്നതാണ്. ഓക്കെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സീരീസിലുള്ളൂ. ഓക്കെ, 8 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസ് എന്ന് വരും അല്ലെ, 7 അല്ലെങ്കിൽ 8. അത്ര മാർക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ നമ്പർ സീരീസിന്റെ പോർഷനിൽ നിങ്ങൾക്ക് മാറ്റിൽ കാണും. ഓക്കെ, അപ്പൊ മാറ്റ് 2025 എന്ത് ചെയ്തിട്ടില്ല, നമ്പർ സീരീസ് എന്ന് പറയുന്ന ഒരു സാധനമേ ചോദിച്ചിട്ടില്ല എന്ന് വെച്ച് നമുക്ക് ഈ വർഷം ഇല്ലാതിരിക്കില്ല. സോ മാറ്റ് എന്ന് പറയുന്നതിന്റെ സിലബസ് ഒന്നും മാറ്റം വരുന്നില്ലല്ലോ, അത് തന്നെയാണ്, ഒരു മാറ്റമില്ലാത്തത് തന്നെ ഇതുണ്ട്, അങ്ങനത്തെ. അപ്പൊ ഞാൻ ഇതേ പറയുന്നത്, മാറ്റ് 2024 എന്താണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ സീരീസ് അല്ല, 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 17 12 7. ഇനി അടുത്ത ആളാര്, അടുത്ത നമ്പർ ആര്? ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ ഏതാ നമുക്ക് നോക്കാലോ. ഇത് ശ്രദ്ധിച്ച് പഠിച്ചോ, നിങ്ങൾക്കില്ലേ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഓക്കെ, ഇപ്പൊ 8th അല്ലേ, നിങ്ങൾ 8th കഴിഞ്ഞ് 9th കഴിഞ്ഞ് 10th എത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമായിട്ട് വരുന്നത്, ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഇപ്പം പഠിച്ചിട്ട് ആ ഒഴിവാക്കി കളയണ്ട. ഇപ്പൊ പഠിക്കുന്ന നല്ല വൃത്തിക്ക് പഠിച്ചോ. അപ്പൊ 17 12 7 17 12 7 17 12 ആവുമെന്ന് വെച്ചാൽ എന്താണ്, അവിടെയുള്ള റിലേഷൻ, ആ ഒരു ബന്ധം എന്നാ 17 12 ആവുമെന്ന് വെച്ചാൽ 5 കുറഞ്ഞല്ലോടോ അല്ലെ, 5 കുറഞ്ഞു. ഇവിടെ നമുക്ക് എന്താ പറയാം, 5 കുറഞ്ഞു എന്ന് പറയാം അല്ലെ, 5 കുറഞ്ഞു അല്ലെ. 17
12 എന്ന് വെച്ചാൽ നമ്മൾ എന്താ 5 കുറഞ്ഞു എന്ന് പറയാം. 12 എന്ന് വെച്ചാലോ 12 എന്ന് വെച്ചാലോ പിന്നെയും 5 കുറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് സീരീസ് എന്താന്ന് മനസ്സിലായി അല്ലെ. അരിത്തമെറ്റിക് സീരീസ് എന്താന്ന് നമുക്ക് മനസ്സിലായി. അരിത്തമെറ്റിക് സീരീസ് എന്ന് വെച്ചാൽ എന്താ, ഒരേ നമ്പർ തന്നെ എന്താണ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂടിയിട്ടോ പോകുന്നതിനെ നമ്മൾ എന്താ പറയാ നമ്മുടെ അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയാം. ഓക്കെ, അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയാം. അപ്പൊ അടുത്ത എന്താ വരിക, ഇനി 12 7 ഇനി അടുത്ത നമ്പർ എന്താ വരിക, 7 5 കുറക്കുക. 7 5 കുറച്ചാൽ എത്രയാ, 7 5 കുറച്ചാൽ എത്രയാ, 2. ഓക്കെ, 2 വരും. ആൻസർ 2. കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുന്നില്ല? ചെയ്ത് നോക്കണേടാ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാറ്റ് 2023 ചോദിച്ചതാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. 17 13 9 ഒരേ നമ്പർ തന്നെയാണ് കുറഞ്ഞു പോകുന്നത്. ഏത് നമ്പറാ കുറഞ്ഞിട്ട് പോകുന്നത്? കുറവാണ് ഇവിടെ, കൂടുതലും വരും. ഇതിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 9 13 17 നെക്സ്റ്റ് നമ്പർ എന്നാണ് ചോദിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ 9 13 9 അല്ല 17 13 9. 17 13 പോകാന്ന് വെച്ചാൽ എത്ര കുറഞ്ഞു? -4 കുറഞ്ഞു എന്ന് പറയാം. അല്ല -4 കുറഞ്ഞു എന്നല്ല, 4 കുറഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, -4 ആഡ് ചെയ്തു എന്ന് പറയാം. 17ന്റെ കൂടെ -4 ആഡ് ചെയ്തു എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്നാ, 17 7 കുറക്കുക, 17 4 കുറക്കുക. ഓക്കെ, അപ്പൊ ഇനി 13 9 ആവുമെന്ന് വെച്ചാൽ എന്താ, അവിടെയും 4 കുറയൽ തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഇനി 9 എത്ര കുറയണം? 4 തന്നെ കുറയണം. അവിടെ മാറ്റമൊന്നുമില്ല, റിലേഷൻസിന്റെ ഒന്നും മാറ്റം വരുന്നില്ല. അപ്പൊ ഇനി എന്തായിരിക്കും ആൻസർ? ഇവിടെ ടിക്കറ്റ് കണ്ട് അപ്പൊ 5 തന്നെ, അപ്പൊ 5 ആയിരിക്കും ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. മാറ്റ് 2019 ചോദിച്ചതാണ്. മാറ്റ് 2019 ചോദിച്ച ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. മാറ്റ് 2019 ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 6 11 21 36 57. 6 11 21 36 57. സോറിടാ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരേണ്ട ആളല്ലേ, ഇവിടെ വരേണ്ട ആളല്ല. ആള് കുറച്ച് മാറ്റം. ഈ ആള് എന്താണ്, ഈ അരിത്തമെറ്റിക് സീരീസിലല്ല, അടുത്ത ടോപ്പിക് ആയിട്ടുള്ള അഡീഷൻ സീരീസിലാണ് വരേണ്ടത്. ഓക്കെ, അഡീഷൻ സീരീസ്. അവിടെ മലയാളം മീഡിയക്കാർക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. അഡീഷൻ സീരീസ് എന്ന് വെച്ചാൽ അറിയാലോ, ആഡ് ചെയ്ത് പോകുന്ന സീരീസ് തന്നെ. ആഡ് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ആദ്യം 2 ഉണ്ട്. ഞാൻ എഡിഷൻ സീരീസിലേക്ക് കടന്നു. ഓക്കെ, അഡീഷൻ സീരീസിലേക്ക് കടന്നു. സമാന്തര ശ്രേണി എന്നാണ് എന്ത് ചെയ്യാ, അരിത്തമെറ്റിക് സീരീസിന് പറയാം. ഓക്കെ, നിങ്ങൾ 10th നിങ്ങളുടെ ചേട്ടന്മാരോട് ചോദിച്ചോക്കാം, അല്ലെങ്കിൽ ചേച്ചിമാരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും. അതെന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നതാന്ന് പറയും. അപ്പൊ അവിടെ പഠിക്കാനുള്ള സാധനമാണ് ഇത്, ഈ സീരീസും ശ്രേണിയൊക്കെ. അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ പഠിക്കാണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു. ഇനി നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇപ്പൊ NMMS ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാം. ഓക്കെ, NMMS അച്ചീവ് ചെയ്യാം. നമുക്ക് 48,000 രൂപയുടെ സ്കോളർഷിപ്പ് നമുക്ക് അങ്ങ് അച്ചീവ് ചെയ്ത് 4 കൊല്ലം 9 10 +1 +2 സുഖമായിട്ട് ആരുടെ ചെലവില്ലാന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ കേട്ടോ, അഡീഷൻ സീരീസ് എന്താണ് ഈ അഡീഷൻ സീരീസ്? അഡീഷൻ മീൻസ് എന്താ, കൂട്ടുക അല്ലെ, കൂട്ടൽ തന്നെ. അപ്പൊ കൂട്ടൽ തന്നെയാണോ? ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടലല്ല. ഇപ്പൊ ഞാനിതാ ഇവിടുന്ന് 6 11 ആയില്ലേ, 6 എന്തായടാ 11 ആയി, 6 11 ആയി, 11 എന്തായി 21 ആയി. അപ്പൊ 6 11 ആയി എന്ന് വെച്ചാൽ എത്ര കൂടി 5 കൂടി 6 11 ആയി എന്ന് വെച്ചാല് 5 കൂടി അല്ലെ. പിന്നെ 11 21 ആയി എന്ന് വെച്ചാൽ എന്താ, 10 കൂടി അല്ലെ. ഇനി 21 36 ആയി എന്ന് വെച്ചാൽ എന്താ, 21 36 ആയി എന്ന് വെച്ചാൽ എന്താ, 15 കൂടി അല്ലെ. ഓക്കെ, 36 56 ആയി എന്ന് വെച്ചാൽ എന്താ, 20 കൂടി. അപ്പൊ റിലേഷൻ മനസ്സിലായടാ? മനസ്സിലായ? ആ റിലേഷൻ എന്താന്ന് മനസ്സിലായി? അവിടുത്തെ റിലേഷൻ മനസ്സിലായി അല്ലെ? റിലേഷൻ എന്താണ് നമുക്ക് മനസ്സിലായി അല്ലെ? എന്താ, ആദ്യം 5 കൂടി, പിന്നെ 10 കൂടി, 15 കൂടി, 20 കൂടി. അപ്പൊ റിലേഷൻ മനസ്സിലായി. അവിടെ എന്താണ്, ആ കൂടുന്നതില് 5 കൂടി പോവാന്ന് അല്ലെ. ആദ്യം 5, പിന്നെ ആ 5ന്റെ കൂടെ വേറൊരു കൂടി 10 കൂടി, ആ 10ന്റെ കൂടെ ഒരു 5 കൂടി കൂട്ടി 15 കൂടി, പിന്നെ 15ന്റെ കൂടെ ഒരു 5 കൂടി 20 കൂടി. ഓക്കെ, മനസ്സിലായില്ലേ? സാധനം ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്ത ആൻസർ എന്തായിരിക്കും? 36 56ലേക്ക് എത്താൻ എന്താ, 20 കൂടി. അപ്പൊ ഇനി എത്ര വരിക? ഇനി 25 കൂടും അല്ലെ. ഇനി പ്ലസ്
ഇനി പ്ലസ് 25 അല്ലെ, പ്ലസ് 25 ഈ ഇവിടത്തേക്കുള്ള ആൻസറിൽ പ്ലസ് 25 ഇതാ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാല് ശ്രദ്ധിച്ചേ. ഇവിടെ 6 11 എന്ന് വെച്ചാൽ എന്താടാ, 6 11 എന്ന് വെച്ചാൽ എന്താ, സൈസ് ഇത്തിരി കുറക്കാം. 6 11 എന്ന് വെച്ചാല് 5 കൂടി എന്നാണ് അർത്ഥം അല്ലെ. 11 21 എന്ന് വെച്ചാൽ എന്താ, 10 കൂടി എന്നർത്ഥം. 21 36 എന്ന് വെച്ചാൽ എന്താ, 15 കൂടി എന്നർത്ഥം അല്ലെ. 36 56 എന്ന് വെച്ചാൽ എന്താ, 20 കൂടി. ഇനി എത്ര കൂടണം, ഇനി 25 കൂടണം. ഓക്കെ, 25 കൂടണം. 56ന്റെ കൂടെ 25 കൂടിയാൽ എത്രയാ, 81 അല്ലെ, 81. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, സാധനം മനസ്സിലായില്ലേ. അപ്പൊ അഡീഷൻ സീരീസ് എന്തെന്നാന്ന് മനസ്സിലായി അല്ലെ, അഡീഷൻ സീരീസ് എന്തെന്നാന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അഡീഷൻ സീരീസ് എന്നാന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ മാറ്റ് 2023 നമ്മൾ നേരത്തെ ചെയ്തത് മാറ്റ് 2019 കേട്ടോ. ഇതെന്തോ ഒരു എറർ വന്നിട്ട് സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ എറർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇതേ സാധനം. ഇതപ്പോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെയും കാണുതാ, ഇവിടെ ഇതാ ഇതിന്റെ ആൻസർ എന്താ, 81. ഓക്കെ, 81. ചെറിയൊരു മിസ്റ്റേക്ക്, മനുഷ്യനല്ല പിള്ളേ. ഓക്കെ, അപ്പൊ അതാ മാറ്റ് 2023 ചോദിച്ചത് നോക്കിയാടാ. മാറ്റ് 2023 ചോദിച്ചത് 6 13 21 30. എന്ത്, 6 13 21 30. സീരീസ് ശ്രദ്ധിച്ചോ, സീരീസ് അല്ലെങ്കിൽ സീക്വൻസ് ശ്രദ്ധിച്ചോ. ആള് ഇത്തിരി കുറച്ച് ടഫാണെന്ന് തോന്നുന്നുണ്ടാവും, ശ്രദ്ധിച്ചോ. ഇതാ 6 13 6 എത്രയായി, 13 6 13 എന്ന് വെച്ചാൽ എത്ര കൂടി, 7 കൂടി. 7 കൂടി 6ന്റെ കൂടെ എത്രയോ കൂട്ടിയാലാന്ന് 13 കിട്ടോ അല്ലെ. 13ന്റെ കൂടെ എത്ര കൂട്ടണം, 21 8 കൂട്ടണം അല്ലെ, 8 കൂട്ടണം. 21 30 ആണെന്നുണ്ടെങ്കിലോ എത്രയോ കൂടണ്ടേ, 9 കൂടണം. മനസ്സിലായ റിലേഷൻ മനസ്സിലായ. 6 13 അത് 7 കൂടിയപ്പോ അല്ലെ, 6ന്റെ കൂടെ 7 കൂടിയപ്പോ 13 അല്ലെ. 13ന്റെ കൂടെ 13 21 എന്ന് വെച്ചാൽ 8 കൂടി എന്ന് വെച്ചാൽ എന്നാ, 13ന്റെ കൂടെ 8, 13 + 8 21. 21ന്റെ കൂടെ എത്രയോ കൂടി, എത്ര, 9 കൂടിയപ്പോ എത്ര കിട്ടി, 30 കിട്ടി. ഇനി എത്രയാ കൂടണ്ടേ, റിലേഷൻ മനസ്സിലായി. ഒന്നൊന്ന് കൂടി പോകുന്ന അല്ലെ, മേലത്തെ സാധനങ്ങൾ എന്താണ്, ഒന്നൊന്ന് കൂടി പോകുന്ന. ആദ്യം 7 കൂടി, പിന്നെ 8 കൂടി, പിന്നെ 9 കൂടി. ഇനി എത്ര കൂടണ്ടേ, 10 കൂടണം. 10 കൂടിക്കോ, ഇതാ 10 കൂട്ടണം. 10 കൂട്ടിക്കോ. 10 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക, 30ന്റെ കൂടെ 10 കൂട്ടിയാൽ എത്ര, 40 അല്ലെ. 40. ഇവിടെ ടിക്കറ്റ് സേവ് എല്ലാതെ ഇഷ്ടം തന്നെ, എത്ര ടൈപ്പ് ചെയ്തോ. നെക്സ്റ്റ് മാറ്റ് 2022 ചോദിച്ചത് ഇതെന്താണ്, ഇതിന്റെ അകത്ത് എല്ലാം ഇങ്ങനെ ആയിപ്പോ അല്ലെ. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ഓക്കെ, അപ്പൊ 1 3 ഇത് വല്ലാതൊരു സ്റ്റോറി തന്നെ. ഇവിടെ ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 3 1 3 എന്ന് വെച്ചാൽ എത്ര കൂടി, 1 3 എന്ന് വെച്ചാൽ എത്ര കൂടി, 1 3 എന്ന് വെച്ചാല് 2 കൂടി അല്ലെ. 1 3 എന്ന് വെച്ചാല് 2 കൂടി അല്ലെ. 3 7 എന്ന് വെച്ചാൽ എത്രയാ, 3 7 എന്ന് വെച്ചാൽ 4 കൂടി. 7 13 എന്ന് വെച്ചാൽ എത്ര കൂടി, 7 13 ആയാൽ എത്ര കൂടി, 6 കൂടി. 4 ഇതെത്ര കൂടി, 6 കൂടി. 13 21 എന്ന് വെച്ചാൽ എത്ര കൂടി, 8 കൂടി. മേലത്തെ നമ്പർ എന്തൊക്കെയാ, മേലത്തെ നമ്പർ എവിടെയോ കണ്ടുവരുന്നുണ്ടല്ലോ, നമ്മളെ അറിയുന്ന ആളാന്ന് തോന്നല്ലോ. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 4 6 8 ആരാ, ഈവൺ നമ്പേഴ്സ് അല്ലെ. ഈവൺ നമ്പേഴ്സ് പരിചയക്കാരാണേ. 2 4 6 8 പരിചയക്കാരാണ്. ഓക്കെ, അപ്പൊ 1 3 7 13 21. ഓക്കെ, 1 3 7 13 21. 1 3 7 13 21. അടുത്തത് ആര് കൂടണോ, എത്ര കൂടണം, എങ്ങനെ കൂടണം. ഓക്കെ, എങ്ങനെ കൂടണം എന്ന് പറഞ്ഞാട്ടെ, എങ്ങനെ കൂടണം, 10 കൂടണം. എങ്ങനെയാണ് റിലേഷൻ ഒന്ന് പറഞ്ഞേ. ആദ്യം 2 കൂടി, ആദ്യം എത്ര കൂടി, 2 കൂടി, പിന്നെ 4 കൂടി, പിന്നെ 6 കൂടി, പിന്നെ 8 കൂടി, ഇനി 10 കൂടും അല്ലെ. 10 കൂടി, 21ന്റെ കൂടെ 10 കൂടിയാലും 31 കിട്ടുവേ അല്ലെ. 31 കിട്ടി അല്ലെ, 31 കിട്ടി. സിമ്പിൾ അല്ലേ, സിമ്പിളാ. നെക്സ്റ്റ്
ഇത് നമ്മൾ അറിയുന്ന ആളാണേ. ഓക്കെ, മാച്ച് 2018 ചോദിച്ചതാണ്. ഇത് നമ്മളെ ആള് കുറച്ച് ഇത്തിരി കുറച്ച് പണിയുള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരാളും കൂടി ഇത്തിരി പണിയുള്ളത്. ഇത് 2018 കൂടുതൽ ചോദിച്ചത് എന്ന് വെച്ചാൽ 2018 ഒരേ ടോപ്പിക് തന്നെ കുറെ തരത്തിൽ ചോദിച്ചു. ഓക്കെ, 7, 12, 19 മനസ്സിലാവുന്നില്ല. ഓക്കെ, 7, 12 എന്ന് വെച്ചാൽ എത്ര കൂടി? 7, 3, 10 + 5 കൂടി അല്ലേ? 5 നമുക്കറിയുന്ന ആളാണേ. 5 കൂടി അല്ലെ? 5 കൂടി 12, 19 ആവാൻ എത്ര കൂടണോ? 12, 19 ആകാൻ 7 കൂടണോ അല്ലെ? 7 കൂടിയാട്ടെ. അയ്യോ, ഇവിടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്റെ, കണ്ണൂരായോണ്ടാണ്. ഓക്കെ, അപ്പൊ +5 + 7 ഇപ്പൊ 7, 12 ആയി. 12, 19 അല്ലെ? 12, 19 അപ്പൊ ആദ്യം 5 കൂടി, പിന്നെ 7 കൂടി. ഇനി എത്ര കൂടണോ? ഇനി എത്ര കൂടും? ആദ്യം 5, പിന്നെ 7, പിന്നെ 9. അപ്പൊ 9 കൂടണോ? 9 അല്ലെ? 9 കൂടിയാൽ എത്ര കിട്ടും? 19ന്റെ കൂടെ 9 കൂട്ടിയാൽ 28 കിട്ടുവേ. കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, അപ്പൊ ഇനി എത്ര കൂടണം? 10 കൂടണം. സോറി, 9 കൂടിയേ 28. ഇനി നെക്സ്റ്റ് എത്ര കൂടണം? ഇവിടെ 9 കൂടി, ഇനി 10 കൂടണം. 29 വരുക. സോറി. ഇവിടുത്തെ റിലേഷൻ ഒന്ന് ശ്രദ്ധിച്ചടാ. ആദ്യല്ലേ 5 കൂടി, 5 + 2 7. ഇനി എത്ര കൂടണം വെച്ചാല് 3 കൂടണ്ടേ. ഇനി 3 കൂടണം. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാല് ഇനി 10 കൂടേണ്ടത്. ഇനി 10 കൂടിയേ. 10 കൂടിയാല് 20. എന്താണ് ഒരു എറർ വന്ന പോലെ? ശ്രദ്ധിച്ചേ. എന്തിരിങ്ങനെ? ഓക്കെ, അപ്പൊ 7, 12 എന്ന് വെച്ചാൽ എത്ര കൂടി? ഇല്ലേ, ഷോ ഓഫ് ഇട്ടതാ, പണിയായി. 7, 12 എന്ന് വെച്ചാൽ എത്രയായി? 7, 12 - 7. 7 - 12 എത്രയാ? 6, 6, 12. അപ്പൊ ഇത് 5. അപ്പൊ 5 തന്നെ. 5 കൂടി. അപ്പൊ ഇതെത്ര കൂടി? 19 12 കുറച്ചാല് 7. അപ്പൊ 7 കൂടി. അപ്പൊ ഇനി എത്ര കൂടണം? ഇനി ഇവിടുന്ന് എത്ര കുറയണം? ഓക്കെ, 5, 7. നെക്സ്റ്റ് എന്ത് വരും? 9. 9 തന്നെയല്ലേ വരുക? 9 തന്നെയാ വരേണ്ടത്. 19ന്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടും? 19ന്റെ കൂടെ 9 കൂട്ടിയാൽ 20, 21, 22, 23, 28 കിട്ടും അല്ലെ? അവിടെ 28 കിട്ടുക. ഓ സോറി 28 കിട്ടുക. ഇനി എത്ര കൂടും? ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ടിട്ട് 10 കൂടും. എന്തോ ഒരു ക്വസ്റ്റ്യൻ എറർ വന്നിട്ടുണ്ട്. 39 ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, റിലേഷൻ വെച്ച് നോക്കുമ്പോ ആദ്യം 5 കൂടും, പിന്നെ 7 കൂടും, പിന്നെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് 7 കഴിഞ്ഞ് ഓക്കെ 7 കഴിഞ്ഞ് 9 അല്ലേ? അത് ചിലപ്പോ 10 ആയി വിചാരിക്കും. ഇതിന് എത്രയാവും? 4 കൂടട്ടെ. 4 കൂടിയാൽ എത്ര കിട്ടും? 14 കൂടട്ടെ. എന്നാലും ആൻസർ ശരിയാവൂലല്ലോ. അപ്പോ ക്വസ്റ്റ്യനിൽ എന്തോ എറർ വന്നതാവാം. അല്ലെങ്കിൽ ഇവിടെ 9, ഇവിടെ 10. ക്വസ്റ്റ്യനിൽ എറർ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും 28 അല്ലെങ്കിൽ 29 അല്ലേ? 28 അല്ലെങ്കിൽ 29 അല്ലേ വരേണ്ടത് ഇവിടെ? 29 വന്നാൽ നമ്മളെ കണക്കൊന്നും അങ്ങ് ശരിയാവില്ല. 28 വന്നാല് വെറുതെ അല്ല, ഒരു കയ്യബദ്ധം. ഓക്കെ, 28 നമുക്ക് ഇവിടെ കിട്ടിയത്. വെറുതെ സമയം ഞാൻ കളഞ്ഞു. 5 + ഇനി 7 എത്രയാ? 5ന്റെ കൂടെ 2 കൂടി 7. 7ന്റെ കൂടെ 2 കൂടി 9. ഇനി 9ന്റെ കൂടെ 2 കൂടി എത്രയാണ്? ഇനി എത്ര കൂട്ടണം? 11 കൂടണ്ട, 10 ഞാൻ കൂട്ടിപ്പോയത്. ഒരു കയ്യബദ്ധം പിന്നെ നാറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാറ്റ് 2018 ചോദിച്ചാണ്. ഇവിടെ പോയിന്റ് വാല്യൂസ് ആണ് കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നത്. ശ്രദ്ധിച്ചോ. ഇതാ 0.5, 0.55, 0.65, 0.8. ശ്രദ്ധിച്ചോ. 0.5 എന്ന് വെച്ചാൽ എത്ര കൂടിയടാ? 0.05 ആഡ് ആയി അല്ലെ? 0.05 ആണ് ആഡ് ആയത്. പിന്നെ എത്ര ആഡ് ആയി? 0.55, 0.65 ആയി. അപ്പൊ എത്ര ആഡ് ആയി?
0.10 ആഡ് ആയി അല്ലെ, 0.10 ആഡ് ആയി. ഓക്കെ, 0.1 ആഡ് ആയി എന്നൊക്കെ തന്നെ പറയാം. ഓക്കെ, 0.5 0.8 ആയിട്ടുണ്ടെങ്കിൽ എത്ര കൂടി? 0.15. അപ്പൊ ഇത് ഇവിടുത്തെ കൂടുന്നതിന്റെ ഇത് മനസ്സിലായല്ലോ. ആദ്യം 0.5 ആഡ് ആയി, 0.1 ആഡ് ആയി, 0.15 ആഡ് ആയി. ഇനി എത്രയാ ആഡ് ആവണ്ടേ? 0.20 ആവണം, അല്ലെങ്കിൽ 0.2. ഓക്കെ, 0.8ന്റെ കൂടെ 0.2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 10 അല്ലേ? 1 അല്ലേ? ആൻസർ 1 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ 1 കിട്ടി. ഓക്കെ, ഇതാ മക്കളെ സബ്സ്ട്രാക്ഷൻ സീരീസ് നമ്മൾ നേരത്തെ ആൻസർ എഴുതിയത് തന്നെയാണ്. എത്ര? 17, 12, 7. ഓക്കെ, 2 ആൻസർ വരിക. ഓക്കെ, ഇതാണ് റിപ്പീറ്റേഷൻ വരുന്നത് പറഞ്ഞത്. ഇതാണ് റിപ്പീറ്റേഷൻ വരുന്ന സാധനം. ഓക്കെ, അതൊക്കെ വേഗം പറഞ്ഞു. ഇത് നമ്മൾ നേരത്തെ 5 എഴുതിയതാണ്. അത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഓക്കെ, എഴുതാടെ ഇത് നോക്കിയേ. ഇത് നമുക്കില്ലേ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഒന്ന് ശ്രദ്ധിച്ച്. 47, 38 ഡാഷ് 23, 17, 12, 8 ഡാഷ് അല്ലെ, ഇനി ഡാഷ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. ഒരു മിനിറ്റ് ഇടാ, ശ്രദ്ധിച്ചൊന്ന് നോക്കിയാട്ടെ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ എത്രയാ വരണ്ടേന്ന് അല്ലെ. ഇവിടെ എത്രയാ വരണ്ടേന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പോട്ടെ, ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോകട്ടെ അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിക്കൂടെ? പോവാലോ. പക്ഷെ സബ്സ്ട്രാക്ഷൻ സീരീസ് ആണ്, സാധനം കുറക്കുന്നതാണ്. പക്ഷെ നമുക്ക് ആൻസറിൽ എത്തിയാൽ മതി. അപ്പൊ ശ്രദ്ധിച്ചോ. ഇതാ ഞാൻ ഇങ്ങനെ എഴുതുന്നേ. 8 എഴുതിയേ, 12 എഴുതിയേ, 17 എഴുതിയേ, 23 എഴുതിയേ, പിന്നെ ഡാഷ് എഴുതിയേ, 38 എഴുതിയേ, 47 എഴുതി. പ്രശ്നമില്ലല്ലോ. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് കാണുന്നില്ല. 8, 12 ആവുകയെന്ന് വെച്ചാൽ എത്ര കൂടി? 4 കൂടി. അവിടെ ഇവിടെ നമുക്ക് സബ്ട്രാക്ഷൻ സീരീസ് ആഡ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, 4 കൂടി. 12, 17 ആയി എന്ന് വെച്ചാൽ എത്ര കൂടി? 12, 17 ആയി എന്ന് വെച്ചാൽ 5 കൂടി. ഓക്കെ, 17, 23 ആയി എന്ന് വെച്ചാൽ എത്ര കൂടി? 6 കൂടി. ഇനി എത്ര കൂടണം? 7 കൂടണം. പിന്നെ എത്ര കൂടണം? 8 കൂടണം. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 30 കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓപ്ഷനിൽ 30 ഉണ്ടോ? ഉണ്ട്. നമ്മളെ ആൻസർ 30 ആണ്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. അത്രേ ഉള്ളേ. ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നതാണ്. സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് മാറ്റ് 2019 ചോദിച്ചതാണ്. 12, 9, 5, 0. അപ്പൊ അടുത്തത് എന്താണെന്നാ ചോദിക്കുന്നത്? അടുത്തത് എന്തായാലും ഒരു മൈനസ് വാല്യൂ ആണ്. ഓക്കെ, ഇപ്പൊ 12, 9 ആവുമെന്ന് വെച്ചാൽ എന്താണോ? 12, 9 ആവുമെന്ന് വെച്ചാല് 3 കുറഞ്ഞു അല്ലെ. 3 കുറഞ്ഞു. 9, 12, 9, 5 ആവുമെന്ന് വെച്ചാൽ എന്നാ? 4 കുറഞ്ഞു. പിന്നെ എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. ഇനി എത്ര കുറയണം? 6 കുറയണം. എന്ന് വെച്ചാല് -6. 0 - 6 -6. ഇത്രേ ഉള്ളൂ. ഓക്കെ, മിക്സഡ് സീരീസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടെടാ. എന്താണ് ഈ മിക്സഡ് സീരീസ് എന്ന് വെച്ചാൽ ഇതാ ഞാനിപ്പോ ഇവിടെ ഇല്ലടാ 3x + 2 എന്ന് എഴുതിയേ. ഓക്കെ, 3x + 2 എന്ന് എഴുതി. ഞാൻ ഈ എക്സിന് നമുക്കൊരു വാല്യൂ കൊടുത്താൽ ഒരു നമ്പർ കിട്ടൂലേ. അപ്പൊ ഞാനത് എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നേ. എക്സിന് 1 കൊടുക്കുന്നു, എക്സിന് 2 കൊടുക്കുന്നു, എക്സിന് ഞാൻ 3 കൊടുക്കുന്നു. 3 വാല്യൂസ് കൊടുക്കും. എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? 3 × 1 + 2 5 എന്ന് കിട്ടും അല്ലെ. ഇനി 3x-ന് 2 കൊടുത്താൽ എത്ര കിട്ടും? 2 കൊടുത്താൽ 8 കിട്ടും അല്ലെ. ഇനി അതുപോലെ തന്നെ വാല്യൂ കൊടുത്താൽ 11 കിട്ടും. അപ്പൊ നമുക്ക് എന്താ ഒരു സീരീസ് എഴുതി കൂടെ? 5, 8, 11. ഇത് തന്നെയാണ് മിക്സഡ് സീരീസ്. ഇത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ മിക്സഡ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാലോ. എന്താടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ ഇതാണ്. 15, 30 മാറ്റ് 2024 ചോദിച്ചാണ്. 15, 31, 63, 127. ഓക്കെ, 15 അല്ലേ? നമ്മൾ ആദ്യത്തെ ടേം അല്ലേ? അതിനെ നമ്മൾ അവിടെ മാറ്റിയേക്ക്. ഇനി നമുക്ക് 31 കിട്ടാനുള്ള വകുപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം. ഈ എക്സിന് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഒരു എക്സ് ആയിട്ട് എടുക്കാം. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു എക്സ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് 2 × x. 2 × x ചെയ്ത് നോക്കാം. +1 എത്രയാ? നമുക്ക് നോക്കാം. 2 × x എത്രയാ? 50. 15 × 2 + 1 = നമുക്ക് എത്രയാ? 31 കിട്ടും. അപ്പൊ അതുപോലെ നമുക്ക് 2x + 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഇനി ഇത് കൊടുക്കാം. ഇത് കൊടുത്തു നോക്കാലോ. =2 × 31 + 1 എന്താ? എത്രയാടാ? 63 കിട്ടും അല്ലെ. അതുപോലെ തന്നെ നമുക്കിതാ ഇനി 2x + 1 2 × 63 + 1 നമുക്ക് ചെയ്യാം. 127 കിട്ടൂലേ. ഇനി അതുപോലെ തന്നെ കൊടുത്തു നോക്കിയേ. അപ്പൊ എല്ലാം കിട്ടുമല്ലോ, ആൻസർ കിട്ടുമല്ലോ. എന്താ നോക്ക്. എന്താ ശ്രദ്ധിച്ച് നോക്ക്.
2x പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു ഈ 127 ഇവിടെ എഴുത് 127 പ്ലസ് 1 ഈക്വൽ ടു എത്ര കിട്ടും 255. ഓക്കെ, ആൻസർ കിട്ടില്ലേ? ആൻസർ കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇതിന്റെ ആൻസർ ചെയ്ത് നോക്കിയാ. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇതാ മാറ്റ് 2024 ഹോംവർക്കാണ്. ഇതിന്റെ ഞാൻ ഒരു ഹിന്റ് തരാം. ആദ്യം എന്താണെന്ന് വെച്ചാല് 2x പ്ലസ് അല്ല 2 അല്ല 3x പ്ലസ് 1 കൊടുക്കണം ആദ്യം. പിന്നെ രണ്ടാമത്തത് വരുമ്പോൾ 3x മൈനസ് 1 കൊടുക്കണം. ഇതാണ് എന്താണ് ഇതിന്റെ ഒരു പാറ്റേൺ. ആദ്യം 3x പ്ലസ് 1 കൊടുക്കുക, 3x മൈനസ് 1, 3x പ്ലസ് 1, 3x മൈനസ് 1. ഓക്കെ, ഇനി 4, 9, 19, 4, 9, 19, 39, 4, 9, 19, 39. ഓക്കെ, ഇത് നോക്കിയേ, ഈ എക്സ് 2x പ്ലസ് 1 തന്നെ ചെയ്തൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് 2ന് ഞാനൊരു വാല്യൂ കൊടുക്കട്ടെ. 2ന് ഞാനൊരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആദ്യം 3 കിട്ടും അല്ലെ, 1 കൊടുത്താൽ 3 കിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം എന്ത് ചെയ്യണം, അവിടെ തന്നെ മാറ്റി വെച്ചത്. അതൊന്നും ചെയ്യരുത് കേട്ടോ, അതൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇതാ ഞാൻ ഈ എക്സിന് ഇവിടെ ഇത് കൊടുക്കുന്നേ 2 ഇൻറ്റു 4 പ്ലസ് 1 എത്രയാടാ 8 പ്ലസ് 9 അതല്ലേ ഇത്? ഓക്കെ, കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഞാൻ 9 കൊടുക്കുന്നത് 9 പ്ലസ് 1 ഈക്വൽ ടു 20 കിട്ടിയോ? അയ്യോ സോറി 19 അവരല്ലേ. 90 കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ 2 ഇൻറ്റു 19 പ്ലസ് 1 കൊടുത്തു നോക്കട്ടെ. 2 ഇൻറ്റു 19 എത്ര കിട്ടുക? 2 ഇൻറ്റു 19 എന്ന് പറയുന്നത് 38 ആണ്, 39 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താ 2 ഇൻറ്റു 39 പ്ലസ് 1. ഓക്കെ, 2 ഇൻറ്റു 39 എത്രയാടാ? 2 ഇൻറ്റു 39 എത്രയാ? 78, 79. അപ്പൊ 79. ഇതാടാ മിക്സഡ് സീരീസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇതടുത്ത ദിവസം ഇതൊക്കെ 5, 11, 23, 47. നെക്സ്റ്റ് ഇത് ബ്രാക്കറ്റ് ഒരു സ്പേസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്താ ചെയ്യാം, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. 5, 11, 23, 47 ഡാഷ് 191 എത്ര കിട്ടുക നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഫൈനൽ ആൻസർ എത്ര കിട്ടുക ഞാൻ പറഞ്ഞുതരാം. ഫൈനൽ ആൻസർ 95 കിട്ടും. ഓക്കെ, 95 നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതെങ്ങനെ ആ ഒരു ഫോർമുലയും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിന്റെ ഞാൻ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് പഠിക്കാനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്നിന്റെ ഞാൻ ഹിന്റ് തന്നിട്ടുണ്ട്, ഒന്നിന്റെ ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെയുള്ള ഇത് യൂസ് ചെയ്യുന്നത് എന്താണ് പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യാം കണ്ടിട്ട് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? മിക്സഡ് സീരീസ് പഠിച്ചു, സബ്ട്രാക്ഷൻ സീരീസ് പഠിച്ചു, അഡീഷൻ സീരീസ് പഠിച്ചു, പിന്നെന്താ അരിത്തമെറ്റിക് സീരീസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതിൽ ചോദിച്ചോളാം. നമ്മുടെ NMMSന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ, അതിന് ഞാനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വേഗം തന്നെ വീഡിയോ കണ്ട് എല്ലാം മനസ്സിലാക്കി അതിന്റെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്താ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത്, ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്താ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.